നീറ്റ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ഇത്രയും വിശാലമായ സിലബസിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന രീതിയിൽ സമയം ഫലപ്രദമായി ക്രമീകരിച്ചാൽ ആർക്കും നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കാം. ഒരു റിപ്പോർട്ടിലേക്ക്. ഏതാണ്ട് 80 ദിവസമാണ് ഇനി നീറ്റ് പരീക്ഷയ്ക്കായുള്ളത്. ആ രീതിയിലാണ് പഠന സമയത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള പഠനം നല്ല രീതിയിൽ തന്നെ മുൻപിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അവസാന ലാപ്പിലുള്ള ഓട്ടത്തിലാണ് നമ്മൾക്കിവിടെ പാഴാക്കാൻ അല്പം പോലും സമയമില്ല എന്ന് ഓർമ്മിക്കുക. നിലവിലുള്ള തയ്യാറെടുപ്പിനെ വിശകലനം ചെയ്യണം. പുതിയ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതിന് നിലവിലുള്ള തയ്യാറെടുപ്പ് ഏത് രീതിയിലാണ്, എവിടെ വരെ എത്തിയെന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. തീവ്ര പഠനമാണ് ഇനി വേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിലെ നമ്മുടെ ഇതുവരെയുള്ള ശക്തിയും അതുപോലെ തന്നെ ബലഹീനതയും ഏതെല്ലാമാണെന്ന് വിലയിരുത്തണം. നന്നായി പഠിച്ച ഭാഗങ്ങൾ ഏതെല്ലാമാണ്, കൂടുതൽ മികവ് പുലർത്തുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണ്, ഇനി കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്ന് തിരിച്ചറിയുക. ഇത് വിഷയങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനും അതിനനുസരിച്ച് സമയം ക്രമീകരിക്കുന്നതിനും സഹായകരമാകും. കൂടാതെ യാഥാർത്ഥ്യബോധമുള്ളതും സന്തുലിതവുമായ ഒരു പഠന പദ്ധതിയും തയ്യാറാക്കണം. സിലബസിന്റെ എല്ലാ ഭാഗവും ആധികാരികമായി തന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതും പ്രധാനമാണ്. ഇതിന് ശാസ്ത്രീയമായ ഒരു ടൈം ടേബിളിന് രൂപം നൽകണം. പഠനക്രമം ഇനിയുള്ള 80 ദിവസങ്ങളെ അടിസ്ഥാനമാക്കി വിഭജിക്കാം. ആദ്യത്തെ 42 ദിവസം ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ റിവേഴ്സ് ചെയ്യുകയും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ ആശയക്കുഴപ്പമില്ല എന്ന് പൂർണ്ണമായും ഉറപ്പിക്കുകയും ചെയ്യുക. ഈ ഘട്ടത്തിൽ സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ വരികയാണെങ്കിൽ അതത് സമയങ്ങളിൽ തന്നെ അതത് വിഷയങ്ങളിലെ അധ്യാപകരുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമില്ലാത്ത രീതിയിൽ സംശയ നിവാരണം നടത്തണം. അടുത്ത 14 ദിവസങ്ങൾ മോക്ക് ടെസ്റ്റുകൾക്കും തീവ്ര പരിശീലനത്തിനുമുള്ള സമയമാണ്. കൂടാതെ അവസാനത്തെ 14 ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ അതിവേഗം പുനരവലോകനം ചെയ്യുകയും അവസാന ഘട്ടത്തെ ഓർമ്മ പുതുക്കൽ നടത്തുകയും ചെയ്യേണ്ട സമയമാണ്. ദിവസേനയുള്ള പഠനം എങ്ങനെ ക്രമീകരിക്കണം എന്നതിനും ഒരു പദ്ധതി ഉണ്ടാവുന്നത് നല്ലതാണ്. നിർദ്ദേശിച്ചിരിക്കുന്ന സബ്ജക്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന വിഷയങ്ങൾക്കനുസരിച്ച് മാറ്റി ക്രമീകരിക്കാവുന്നതാണ്. 6 മുതൽ 7 വരെയുള്ള സമയങ്ങളിൽ മുൻപുള്ള വിഷയങ്ങളിൽ റിവിഷൻ നടത്തണം. 7 മുതൽ 9 മണി വരെ ബയോളജിയിലെ ന്യൂ കോൺസെപ്റ്റുകൾ പഠിക്കണം. 9 മുതൽ 9:30 വരെ ബ്രേക്ക്. 9:30 മുതൽ 11:30 വരെ ഫിസിക്സിലെ കോൺസെപ്റ്റുകളാണ് പഠിക്കേണ്ടത്. 11:30 മുതൽ 12:30 വരെ ഫിസിക്സും ബയോളജിയിലെയും MCQ പ്രാക്ടീസ് ചെയ്യുക. 12:30 മുതൽ 1:30 വരെ ലഞ്ച് ടൈമും റെസ്റ്റുമാണ്. തുടർന്ന് 1:30 മുതൽ 3:30 വരെ വീണ്ടും കെമിസ്ട്രി പഠനം. തുടർന്ന് 3:30 മുതൽ 4 വരെ ബ്രേക്ക്. 4 മുതൽ 6 വരെ മുൻപുള്ള ചോദ്യപേപ്പറുകളിൽ മോക്ക് ടെസ്റ്റുകൾ നടത്താം. കൂടാതെ ഫിസിക്കൽ ആക്ടിവിറ്റിക്കും റിലാക്സേഷനും വേണ്ടി 6 മുതൽ 7 വരെയുള്ള സമയം ഉപയോഗപ്പെടുത്താം. കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്ന വിഷയങ്ങളിലുള്ള റിവിഷൻ 7 മുതൽ 9 വരെയുള്ള സമയത്തിൽ നടത്താം. 9 മുതൽ 9:30 വരെ ഡിന്നറിനായുള്ള സമയമാണ്. കൂടാതെ ഫ്ലാഷ് കാർഡിനും ഫോർമുല റിവിഷനും വേണ്ടി 9:30 മുതൽ രാത്രി 10:30 വരെയുള്ള സമയം ഉപയോഗപ്പെടുത്താം. 10:30 ഉറക്കത്തിനുള്ള സമയം. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നടത്തുന്ന തെറ്റായ 2 പ്രവണതകളാണ് ഉറക്കമൊഴിച്ചുള്ള പഠനവും ഭക്ഷണവും വിശ്രമവും ഒഴിവാക്കിക്കൊണ്ടുള്ള പഠനവും. ഉറക്കമൊഴിച്ച് പഠിച്ചാൽ അധിക നേരം പഠിക്കാം, കൂടുതൽ പഠിക്കാമെന്നാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ ഈ പതിവ് വിദ്യാർത്ഥികളുടെ ആരോഗ്യം, ഓർമ്മശക്തി എന്നിവയെല്ലാം ദോഷകരമായി ബാധിക്കും. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.